അങ്ങനെ ഞങ്ങളുടെ ഫിയോണ ബേബിയുടെ ബാപ്റ്റിസത്തിന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ തലേദിവസം എത്തി. ഏടെന്താ പുറത്തിരുന്ന് വെള്ളത്തിൽ കളിയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഡിന്നറിനുള്ള ടൈമായി. ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഫിയോണ ബേബിയുടെ ബാപ്റ്റിസത്തിൻ്റെ സ്റ്റേജ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റേജും പന്തലും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫിയോണ ബേബിയുടെ ബാപ്റ്റിസവും പിന്നെ ഞങ്ങളുടെ ഓണാഘോഷങ്ങളും. നോക്കിയമ്മേ, പന്തൽ മാത്രമല്ല കേറ്ററിങ് ഞങ്ങളുടെ വക തന്നെയാണ്. പപ്പായും മമ്മയും കൂടെ നടത്തുന്നത് ഞങ്ങളുടെ സ്വന്തം കേറ്ററിംഗ് ആണ്. അപ്പം സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ പരിപാടിയുടെ മെയിൻ സംഭവം ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ദീപുവാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തത്. കല്യാൺ കമ്പനിയിൽ നിന്നാണ് ഒഫീഷ്യൽ പേര്. അപ്പോൾ ഇതാ ഫിയോണ ബേബി ചിരിച്ചും കളിച്ചൊക്കെ കുറേ നേരം കടന്നു. അത് കഴിഞ്ഞ് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാ ഇഹാനും കരച്ചിൽ തുടങ്ങിയപ്പോൾ ചേച്ചി രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം പ്രാർത്ഥിച്ച് പോവാനും. അപ്പോൾ പള്ളിയിലെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. ഫിയോണ ഉറക്കത്തിലായിരുന്നുകൊണ്ട് വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബാപ്റ്റിസം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അടുത്തത് കേക്ക് കട്ടിങ് പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എനിക്കും ചേച്ചിക്ക് കേക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. പിന്നെ കൊതി തീർക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ദാ ഫിയോണ നല്ല ഉറക്കത്തിലായിരുന്നു. ഇഹാൻ ഉണർന്നിരിക്കുകയാണ്. ഏടനെ കൂടെ ഞങ്ങൾ പിടിച്ച് നിർത്തി ഒരു വിധത്തിൽ എന്ന് പറയാം. പിന്നെ ഞങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേക്ക് മുറിക്കാനെന്ന് എഴുതി. പിന്നെന്താ അയ്യോ ഫിയോണ ബേബിയുടെ തല അവൾ ഉറങ്ങുന്ന കാരണം തല മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഒന്ന് പിടിച്ചു കൊടുത്ത് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഞങ്ങളുടെ ബാപ്റ്റിസം സെറമണി ഹാപ്പി ആയിട്ട് ഞങ്ങളങ്ങനെ ആഘോഷിച്ചു. പിന്നെ നമ്മുടെ രണ്ട് കുട്ടീസുകളും ഇങ്ങനെ കിടക്കുന്നതാണ്. വഴക്കൊന്നും ഇല്ലാത്തപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടത്തി കുറേ നേരം ഇങ്ങനെ കളിപ്പിക്കും. സിജത വെയിലത്തിരുന്ന് കാര്യമായിട്ട് കാറ് കഴുകുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പനി പിടിച്ചു. പിന്നെ ഒരു ക്ലിനിക്ക് വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഏടങ്ങോട്ടെന്താ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടപ്പുണ്ട്. പിന്നെ ഇത്തവണ ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ അമ്മച്ചിയുടെ, അതായത് എൻ്റെ പപ്പയുടെ അമ്മയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. അവരൊക്കെ അമേരിക്കയിലാണ്. അപ്പോൾ അവർ ഇത്തവണ ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ കൂടെയാണ് അവർ ലഞ്ച് കഴിക്കാൻ വന്നത്. അപ്പം അവരെ വിളിക്കാൻ വേണ്ടി പപ്പായും ഏടനും കൂടെ കയറി പോയി. ഓയിഷാനും കുഞ്ഞുമാമയും മത്തായിച്ചാനും മോള് മാമയൊക്കെയാണിത്. ഇവരോടൊക്കെ നമുക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡാണ്. പണ്ട് മുതലേ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് വളരെ വലുതാണ്. പിന്നെ എല്ലാവരും കൂടെ കുറേ നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഏടൻ്റെ വാചകടി കേട്ടാണ് കുറേ നേരം എല്ലാവരും ഇങ്ങനെ ഇരുന്നത് കേട്ടോ. ഏടൻ ഇവരെല്ലാം വാചകം അടിച്ച് കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്.
പിന്നെ ദാ ഫിയോണ ബേബി ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ഞങ്ങളുടെ സദ്യയും കാര്യങ്ങളുമാണിത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ടേബിളിൽ നിരന്നു. അടുക്കളയിൽ എപ്പോഴും കോലാഹലമാണ്. അപ്പം അടുക്കളയിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തു പോകുന്നതിൻ്റെ തിരക്കിലാണ് മമ്മിയും പപ്പായും. എൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്ത് നടന്നല്ലാതെ ഞാനിങ്ങനെ വലിയതായിട്ട് ഹെൽപ്പ് ചെയ്യൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ചേച്ചി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ബീജനും ചേച്ചിയും കൂടെ അതാ ഇലയിലിങ്ങനെ ഓരോരോ കൂട്ടാനുകളിങ്ങനെ വിളമ്പി വെച്ചു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇലയിൽ സദ്യ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ആദ്യത്തെ പന്തിയിലുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് കേട്ടോ. ഇനിയും നമുക്ക് കുറച്ച് പേരുടെ വരാനുണ്ട്. അതായത് ജോണിച്ചാനും പൊടിയമ്മാമ്മയും കുഞ്ഞളമാമ്മയും. അപ്പം ഇവരും അമ്മച്ചിയുടെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ പണ്ടൊക്കെ ഇവർ നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ ചോക്ലേറ്റ്സ് കിട്ടും, കുറേ നെയിൽ പോളിഷ് കിട്ടും, ക്ലിപ്സ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കുറേ എക്സൈറ്റ്മെൻറ്റ്സ് ആയിരുന്നു ഇവർ നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പം തന്നെ. ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഒരു കുറവുമില്ല. ഇപ്പോഴും വരുമ്പോഴും ചോക്ലേറ്റ്സ് കൊണ്ടുവരും. അപ്പം നമുക്ക് ഇന്ന് എന്നും അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവരും ഇത്തവണ നമ്മളോടുകൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയത് ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും കുറേ വിശേഷങ്ങളൊക്കെ പറയാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വരുന്നു ഓണസദ്യ കഴിക്കാൻ വേണ്ടി. അപ്പം കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ പപ്പായുടെയും മമ്മിയുടെയും നമ്മുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കൂടെ ഒക്കെ ഇരുന്ന് ഒരുപാട് നാളായി ഇരുന്ന് കഴിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ, പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഹാപ്പിനെസ് വേറെ. അതിൻ്റെ ഇടയ്ക്ക് ഈഡൻ പോയി ഫിയോണയെ സ്നേഹിക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇവർ തമ്മിലുള്ള ഈ സ്നേഹമൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇഹാൻ്റെയും ഫിയോണയുടെയും ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇലയൊക്കെ ഇട്ട് ചോറ് കൊടുക്കുന്നത് പോലെ ഉള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു. പെൺപിള്ളേരുള്ള എല്ലാ വീട്ടിലെ ഒരു കാര്യമാണ്, സ്വന്തം വീട്ടിൽ പോയിട്ട് തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ കാണും. അതുപോലെ ഞാനും കൈ കിട്ടിയതൊക്കെ എടുത്ത് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഈ തവണത്തെ ഓണാഘോഷം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. പപ്പാതാ പിള്ളേർക്ക് രണ്ടുപേർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ബായ് പറഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് പോയി. ഇനി വീട്ടിൽ ചെന്ന് സദ്യയുടെ ഹാങ് ഓവർ ഒരു ഉറക്കം. അങ്ങനെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.